ഡിയേഴ്സ്, വെൽക്കം ടു ഹെലിക്കേസ് അക്കാഡമി. നമ്മൾ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നേസൽ ക്യാവിറ്റി നോക്കി, ഫാരിങ്സ് നോക്കി. ഇനി നമുക്ക് ഏതാ നോക്കാനുള്ളത്? ലാരിങ്സ് ആണ് നോക്കാനുള്ളത്. നമ്മൾ പറഞ്ഞല്ലേ, അപ്പറും ഉണ്ട് ലോവറും ഉണ്ട്. അപ്പോൾ ലാരിങ്സ് എന്ന് പറയുന്നത് ഈ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള ഒരു പാസേജ്, ഒരു എയർ പാസേജ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻലെറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ഓർഗനാണ് എന്ത്? ലാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാരിങ്സ് എന്താണ്? ഓർഗൻ ഫോർ പ്രൊഡക്ഷൻ ഓഫ് വോയിസ് അല്ലെങ്കിൽ ഫോണേഷൻ. നമ്മൾ വോയിസ് ബോക്സ് എന്ന് പറയും അല്ലേ? വോയിസ് ബോക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ലാരിങ്സ്. അപ്പോൾ ഓർഗൻ ഫോർ പ്രൊഡക്ഷൻ ഓഫ് വോയിസ്. പിന്നെ എന്താണ്? ഓൾസോ ആക്ട് ആസ് ആൻ എയർ പാസേജ് ആൻഡ് ആക്ട് ആസ് എ സ്പിഞ്ചർ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ലോവർ റെസ്പിറേറ്ററി പാസേജ്. അത് നമ്മൾ പറഞ്ഞു. ഇനി എന്താ നമുക്ക് നോക്കേണ്ടേ? ലാരിങ്സിൻ്റെ സിറ്റുവേഷനും എക്സ്റ്റെൻഡും നോക്കണം. എവിടെയാണ് ലാരിങ്സ് ഇരിക്കുന്നത്? നമ്മുടെ നെക്കിൻ്റെ ആൻറ്റീരിയർ മിഡ് ലൈനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻറ്റീരിയർ മിഡ് ലൈൻ ഓഫ് നെക്കിലാണ് ലാരിങ്സ് ഉള്ളത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എവിടെ മുതൽ എവിടം വരെ എന്ന് പറയുകയാണെങ്കിലോ, ടങ്ങിൻ്റെ റൂട്ട് തൊട്ട് ട്രക്കിയ വരെ, അവിടെയാണ് ലാരിങ്സിൻ്റെ സിറ്റുവേഷൻ. എവിടെയാണ്? ഫ്രം ദ റൂട്ട് ഓഫ് ടങ് ടു ദ ട്രക്കിയ. ഓക്കെ, ടങ്ങിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ, അവിടെ മുതൽ ട്രക്കിയ, ഈ കാണുന്നതാണ് എന്ത്? ട്രക്കിയൽ കാർട്ടിലേജസ്. ഇവിടെ മുതൽ തുടങ്ങുക. അപ്പം ഇവിടം തൊട്ട് വരുന്ന ഈ ഒരു പോർഷനാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വട്ടിബ്രയുടെ ലെവൽ വെച്ചിട്ട് പറയുകയാണെങ്കിലോ, മെയിൽസിൽ, ചിൽഡ്രനിൽ, ഫീമെയിൽസിൽ അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുക. ഓക്കെ, ഒരു അഡൾട്ട് മെയിലിൽ ലാരിങ്സിൻ്റെ സിറ്റുവേഷൻ വട്ടിബ്ര വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സർവൈക്കൽ വട്ടിബ്ര ഏത് തൊട്ടാണെന്നറിയോ? 3rd to 6th സർവൈക്കൽ വട്ടിബ്ര, C3 to C6 ആണ് ലാരിങ്സിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഇനി ചിൽഡ്രനിലും ഫീമെയിലും ആണെങ്കിലേ കുറച്ചും കൂടെ ഹയർ പൊസിഷനിലായിരിക്കുന്നത്. എവിടെ തൊട്ടാണെന്നറിയോ? C1 to C4. ഓക്കെ, അതാണ് ലാരിങ്സിൻ്റെ സിറ്റുവേഷനും എക്സ്റ്റെൻഡും. ഇനി ലാരിങ്സിൻ്റെ സൈസ് നോക്കാം നമുക്ക്. അതായത് ലാരിങ്സിൻ്റെ ലെങ്ത് എത്രയാണ്, ലാരിങ്സിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എത്രയാണെന്ന് നോക്കാം. ലെങ്ത് എങ്ങനെയാണ്? മെയിൽസിൽ 44 മില്ലിമീറ്ററും ഫീമെയിൽസിൽ 36 മില്ലിമീറ്ററും. ഇനി ഇൻറ്റേർണൽ ഡയമീറ്റർ, അകത്തുള്ളൊരു ഡയമീറ്റർ ആണെങ്കിലോ 3 years വരെ 3 mm ആണ്. ഓക്കെ, 3 years വരെ 3 mm ആണ്. അഡൾട്ട് ആകുമ്പോഴോ അതൊരു 12 mm വരെ വരാറുണ്ട്. ഓക്കെ, അഡൾട്ടിൽ 12 mm അപ് ടു 3 years അത് 3 mm ആണ്. ഇനി എന്താണ്? ലാരിങ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ലാരിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് എന്തൊക്കെ കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ലാരിങ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്കെലിറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് കാർട്ടിലേജസ്. ഓക്കെ, കാർട്ടിലേജസിൻ്റെ ഒരു സ്കെലിറ്റൽ ഫ്രെയിംവർക്കാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്? ലാരിങ്സിൽ ജോയിൻസ് ഉണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്, മെംബ്രെയിൻസ് ഉണ്ട്, പിന്നെ മസിൽസും ഉണ്ട്. മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മസിലും ഉണ്ട്. ഓക്കെ, നമ്മുടെ വോയിസ് പ്രൊഡക്ഷൻ, അതിനൊക്കെ മസിൽസും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആക്ഷനിലാണ് നമുക്ക് വോയിസ് പ്രൊഡക്ഷൻ വരിക. ഓക്കെ, പിന്നെ ക്യാവിറ്റി ഓഫ് ലാരിങ്സ്, ലാരിങ്സിൻ്റെ ക്യാവിറ്റിയിൽ മ്യൂക്കസ് മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇതാണ് ലാരിങ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നോക്കി, ഇത് ലാരിങ്സിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, ഇതൊക്കെയാണ് ലാരിങ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എപ്പിഗ്ലോട്ടിസ്, ഇതൊക്കെ ലാരിങ്സിൻ്റെ കാർട്ടിലേജസ് ആണ്. ഈ തൈറോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, ഇതെല്ലാം ലാരിങ്സിൻ്റെ കാർട്ടിലേജസ് ആണ്. ഓക്കെ, പിന്നെ നോക്കിയേ, ലിഗമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ കാണുന്നത് ക്രിക്കോ തൈറോയിഡ് ലിഗമെൻ്റ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? മെംബ്രെയിൻസ് ഉണ്ട്. തൈറോയിഡ് കാർട്ടിലേജും ഹയോയിഡ് ബോണും തമ്മിലുള്ള മെംബ്രെയിനാണ് തൈറോ ഹയോയിഡ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ഇവിടെ മസിൽ കണ്ടോ? ക്രിക്കോ തൈറോയിഡ് മസിൽസ്. ഓക്കെ, അപ്പോൾ മസിൽസ്, ജോയിൻസ്, ലിഗമെൻറ്റ്സ്, മെംബ്രെയിൻസ്, ഇതൊക്കെ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ലാരിങ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മളൊരു ലാരിങ്സ് മൊത്തത്തിൽ കാണുമ്പോൾ ഇതെല്ലാം കാർട്ടിലേജസ് ആണ്. ഓക്കെ, ഇത് എപ്പിഗ്ലോട്ടിസ്, പിന്നെ ഈ വരുന്നത് ഹയോയിഡ് ബോൺ ആണ്, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജ്. ഓക്കെ, തൈറോയിഡ് കാർട്ടിലേജിൻ്റെ പാർട്സ് ഒക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഇത് നമ്മൾ ഓരോ കാർട്ടിലേജ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഓക്കെ, നമുക്ക് എക്സാമിന് ജസ്റ്റ് പെയർഡ് ആൻഡ് അൺപെയർഡ് കാർട്ടിലേജസിൻ്റെ പേരൊക്കെ മാത്രം മതി. ഓക്കെ, പിന്നെ ലിഗമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ട്? പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ബോൺസ്, കാർട്ടിലേജസ്, ജോയിൻസ്, ലിഗമെൻറ്റ്സ് എല്ലാം ലാരിങ്സിൽ ഉണ്ട്. കണ്ടോ, ലിഗമെൻറ്റ്സ്, കാർട്ടിലേജസ്, ലിഗമെൻറ്റ്, വേറൊരു ലിഗമെൻറ്റ്, ക്രിക്കോ തൈറോയിഡ് ലിഗമെൻ്റ് ഉണ്ട്, ക്രിക്കോ ട്രക്കിയൽ ലിഗമെൻ്റ് ഉണ്ട്. അങ്ങനെ ജോയിൻസും ലിഗമെൻറ്റ്സും മെംബ്രെയിൻസും കാർട്ടിലേജസും ഒക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻ ഓഫ് വോയിസ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് ലാരിങ്സിൻ്റെ കാർട്ടിലേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ലാരിങ്സ് കാർട്ടിലേജസ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലാരിങ്സിന് പെയർഡ് ആൻഡ് അൺപെയർഡ് കാർട്ടിലേജസ് ഉണ്ട്. ലാരിങ്സിന് മൊത്തം എത്ര കാർട്ടിലേജ് ഉണ്ടെന്നറിയോ?
ലാരിങ്സിൽ 9 കാർട്ടിലേജ് ഉണ്ട്. ഓക്കെ, MCQന് ചോദിച്ചിട്ടുള്ളതാണ് ടോട്ടൽ നമ്പർ ഓഫ് കാർട്ടിലേജസ് ഇൻ ലാരിങ്സ്. ഓക്കെ, എന്നിട്ട് ഇപ്പം 6 എന്ന് പറയും, അല്ലെങ്കിൽ 9 എന്ന് പറയും, 7, 8 ഓപ്ഷനിൽ എന്ത് വേണോ കൊടുത്തേക്കാം. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 9 കാർട്ടിലേജ് ഉണ്ട്. അതിൽ 3 എണ്ണം അൺപെയർഡും 3 എണ്ണം പെയർഡും ആണ്. ഓക്കെ, 3 എണ്ണം പെയർഡ് ആകുമ്പം 6 ആയി, പിന്നെ 3 അൺപെയർഡും കൂടെ ആകുമ്പോൾ മൊത്തം 9 കാർട്ടിലേജസ്. ഓക്കെ, 3 അൺപെയർഡും 3 പെയർഡും. ഇനി നമുക്ക് ഇത് ഏതൊക്കെയാണ് അൺപെയർഡും ഏതൊക്കെയാണ് പെയർഡ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് അൺപെയർഡ് എന്ന് നോക്കിക്കേ. തൈറോയ്ഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, പിന്നെ എപ്പിഗ്ലോട്ടിസ്. ഇതൊക്കെയാണ് അൺപെയർഡ്. ഒരെണ്ണം വീതമുള്ള കാർട്ടിലേജസ് ഇതൊക്കെയാണ്. ഇനി 2 എണ്ണം വീതമുള്ള കാർട്ടിലേജസ് ഏതൊക്കെയാ? അരറ്റിനോയിഡ്, കോർണിക്കുലേറ്റ്, ക്യൂണിഫോം. ഓക്കെ, ഇതാണ് അൺപെയർഡ് ആൻഡ് പെയർഡ് കാർട്ടിലേജ്. നമുക്ക് ഈ ഫിഗറിൽ കാണാം. കണ്ടോ, ദേ ഇവിടെ കാണുന്നുണ്ട് എപ്പിഗ്ലോട്ടിസ്, പിന്നെ ഈ കാണുന്നതാണ് എന്ത്? തൈറോയിഡ്. പിന്നെ ഏതാണ് അൺപെയർഡ് ആയിട്ടുള്ളത്? എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, പിന്നെ ക്രിക്കോയിഡ് ഉണ്ട്. ഓക്കെ, ദേ ഇവിടെ കാണുന്നതാണ് എന്ത്? ക്രിക്കോയിഡ്. ബാക്കി 3 എണ്ണം പെയർഡ് ആണ്. ദേ ഇവിടെ നമുക്ക് കാണാം. കണ്ടോ, ഇത് എപ്പിഗ്ലോട്ടിസ്, ഈ കാണുന്നത് തൈറോയിഡ്, ഈ 2 എന്നിട്ടേക്കുന്നത് ക്രിക്കോയിഡ്. പിന്നെ 4മത്തേതാണ് ഈ കാണുന്നതാണ് എന്ത്? അരറ്റിനോയിഡ്. അരറ്റിനോയിഡിൻ്റെ മുകളിലിരിക്കുന്ന ഈ ചെറിയ ഹോൺ ഷേപ്ഡ് ആയിട്ടുള്ളതാണ് കോർണിക്കുലേറ്റ്. പിന്നെ ക്യൂണിഫോം, ദേ ഇവിടെ കാണുന്നതാണ് ക്യൂണിഫോം കാർട്ടിലേജ്. ദേ ഇവിടെ കാണാം ക്യൂണിഫോം. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ ഓർത്തിരിക്കാം? ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം അൺപെയർഡ് ആൻഡ് പെയർഡ് കാർട്ടിലേജസ് ഏതൊക്കെയാണ്, എൻലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ പറഞ്ഞല്ലേ 3 അൺപെയർഡും 3 പെയർഡും ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുക. അപ്പോൾ ഈ ആളിനോട് പറയാം, അരേ കോണും ക്യൂണും എന്താണ്, അവർ ട്വിൻസ് ആണെന്നോ അല്ലെങ്കിൽ അവർ 2 പേരുണ്ടെന്നോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്? അരേ കോണും ക്യൂണും എന്താണ്, അവർ പെയേഴ്സ് ആണ് അല്ലെങ്കിൽ അവർ ട്വിൻസ് ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അതിനകത്ത് വരിക? പെയർഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? പെയർഡ് അരറ്റിനോയിഡ്, അരേ എന്നുള്ളതിൽ അരറ്റിനോയിഡ് ഓർക്കുക. കോണും ക്യൂണും, അപ്പോൾ ഏതാണ്? കോർണിക്കുലേറ്റ്, ക്യൂണിഫോമും. ഇപ്പോൾ പെയർഡ് കിട്ടിയോ? ഓക്കെ, അരറ്റിനോയിഡ്, കോർണിക്കുലേറ്റ്, ക്യൂണിഫോം. അരേ കോണും ക്യൂണും എന്താണ്, അവർ പെയേഴ്സ് ആണ് എന്ന് ഓർക്കുക. ഇനി അൺപെയർഡ് എങ്ങനെ ഓർക്കാം? ഇത് നോക്കിയാൽ ഒരു കൊച്ചിരുന്ന് കഴിച്ചോണ്ടിരിക്കുക അല്ലേ, ഒറ്റയ്ക്ക് കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കൊച്ചെന്താണ്, അമ്മയടുത്ത് പറയാണ്, അമ്മ. തായി എന്ന് വെച്ചാൽ എന്താ? അമ്മ. ഓക്കെ, തമിഴിൽ തായി എന്ന് വെച്ചാൽ അമ്മയാണ്. തായി കറി എപ്പോൾ റെഡി ആവും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, കറി ചോറും ഇതുമായിട്ട് കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കുകയാണ് കറി എപ്പോൾ റെഡി ആവും. അപ്പോൾ ഏതൊക്കെയാണ് പെയർഡ് ആയിട്ടുള്ളത്? ഏതൊക്കെയാണ് അൺപെയർഡ്? ഏതൊക്കെയാ? തായി എന്ന് പറയുമ്പോൾ ഏതാ? തൈറോയിഡ് കാർട്ടിലേജ്. പിന്നെ കറി എപ്പോൾ, ക്രിക്കോയിഡും എപ്പിഗ്ലോട്ടിസ്. അങ്ങനെ ഓർക്കുക. അപ്പോൾ ഇതാണ് പെയർഡ് ആൻഡ് അൺപെയർഡ് കാർട്ടിലേജസ് ഓഫ് ലാരിങ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.